ഞാനിപ്പോൾ ഈ കയ്യിലേക്ക് വാങ്ങിക്കുന്നതേ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പലത്തിലെ അന്നദാനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ വരണത് തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്കിത് കഴിക്കുന്നത്. എനിക്ക് മാത്രമല്ല, ഏട്ടനും കുട്ടികൾക്കും ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നല്ല ചൂട് ചോറും നല്ല രുചിയുള്ള കറികളും ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടിയിരിക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്പലം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇത് നമ്മുടെ ആമയുടെ അമ്പലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തൊഴാറുള്ള പതിവുള്ളതാണ് ഞങ്ങൾക്ക്. ഇനി ഞായറാഴ്ചയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ സാധാരണ ഉള്ളത്ര നമുക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് ക്യൂ നിന്ന് പ്രസാദം വാങ്ങിക്കാൻ പറ്റി. നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ക്യൂ കണ്ടത്. അപ്പോൾ നമ്മളും അങ്ങോട്ട് കയറി നിന്നു. പെട്ടെന്ന് തന്നെ അന്നദാനം കിട്ടുന്ന സ്ഥലത്ത് നമ്മളെത്തി. അപ്പോൾ നമ്മുടെ മുമ്പിലൊക്കെ നല്ല നമുക്ക് കാണാൻ പറ്റും നല്ല ചൂട് പറക്കണ ചോറാണ് കേട്ടോ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ആയിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിനകത്തൊരു പായസമുണ്ട്. ഈ സദ്യയുടെ കൂട്ടത്തിൽ ആ കറികളൊക്കെ വിളമ്പുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരറ്റത്ത് വിളമ്പിരിക്കുന്നത് ഒരു പായസമാണ്. നല്ല മധുരമുള്ളൊരു പായസം. ആ പായസത്തിനൊരു പ്രത്യേക രുചിയാണ്. നല്ല നെയ്യുടെയൊക്കെ ആയിട്ടൊരു പ്രത്യേക രുചി. ശരിക്കും പറഞ്ഞാൽ ഇവന്മാർക്ക് അത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. ഇവന്മാർ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ന് ഈ പ്രസാദം കഴിക്കാൻ തന്നെ തയ്യാറാവുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ എന്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്കത് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ പ്രസാദം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരത് വയറ് നിറച്ച് കഴിച്ചോളും. അത് ആസ്വദിച്ച് വയറ് നിറച്ച് കഴിച്ചോളും. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും ഞങ്ങളുടെ പ്രസാദം കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇത് എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് സമാധാനമായിട്ട് കഴിക്കണം. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും പോയിരിക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ 4 പേരും ഒരു മരത്തിൻ്റെ അടിയിലായിട്ട് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾ നല്ല സമാധാനമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നല്ല രുചിയായിരുന്നു കേട്ടോ. നല്ല രുചി എന്ന് പറഞ്ഞാൽ നല്ല രുചി. ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എല്ലാവരും ഭഗവാനെ വന്ന് തൊഴുത് ഈ പ്രസാദവും കൂടി ഒന്ന് കഴിച്ചു നോക്കുക.